എന്തിനാ? ഒന്നുമില്ല. എന്തി? ഒന്നുമില്ലടാ. എന്നാ ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല. അളിയാ പിന്നെ ഞാനേ പറയാമെന്ന് പറഞ്ഞല്ല. അളിയാ എന്താടാ? കേളളിയാ, കേട്ടോണ്ടിരിക്കുക, നീ പറ. ഞാൻ വയനാട് ഒരു കല്യാണത്തിന് പോയില്ലേ, അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട്, അവന്റെ അച്ഛന് ഒരു എസ്റ്റേറ്റ് ഉണ്ട്. എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ കിണ്ണം കാച്ചി എസ്റ്റേറ്റ്. അളിയാ, ആ എസ്റ്റേറ്റില് ഒരു ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡിലാണ് നമ്മളെല്ലാവരും കൂടി രാത്രി കിടന്നുറങ്ങിയത്. അവിടെ പുലി ഇറങ്ങുമെന്ന് പറഞ്ഞളിയോ. അല്ല, നല്ല വലിയ പുലി ഇറങ്ങുമെന്ന്. പുലി, മ്ലാവ്, മയില്, മാന്, അതൊക്കെ അവിടെ തന്നെ കറങ്ങി അടിച്ചടങ്ങും. എടാ, ഇതൊക്കെ എന്തിനാണ് കിഴങ്ങ എന്റെ അടുത്ത് ഒന്ന് പറയുന്നേ? എന്താണോ നിന്റെ പ്രശ്നം? ഞാൻ മര്യാദയ്ക്ക് ഇവിടെ സമാനത്തിരിക്കുമല്ലായിരുന്നോ? അല്ലല്ലേ, ഞാനേ അളിയാ, ഞാൻ പറഞ്ഞ് നമ്മുടെ ഫാമിലിയുടെ ഒക്കെ കാര്യവും കഥയൊക്കെ പറഞ്ഞ്, അപ്പൊ അവർക്കെല്ലാം നമ്മളെ കാണണമെന്ന് ഒരേ നിർബന്ധം. എന്തിന്? എന്തോന്ന്? ഫാമിലിയുടെ കഥ പറഞ്ഞപ്പം നമ്മളെയൊക്കെ കാണണമെന്ന് ഒരേ നിർബന്ധം അല്ലേ? ഓ തന്നെ. സിദ്ധുവേ, അവിടെ ഏതോ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്. അതെ, ഒരു നാടാവുമ്പോ അവിടെ ഒരുപാട് പെൺകുട്ടികൾ കാണും. അവരെയൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അങ്ങനെ കാണാതിരിക്കാൻ ഞാൻ കണ്ണടച്ചൊന്നും അല്ലല്ലോ പോയത്. വൃത്തിയായിട്ട് ചളി അടിച്ചിട്ട് വരല്ലേ. എന്താണ് ഇവിടെ? അവന് വയനാട് പോണോന്ന്. വയനാടാ? നീ അവിടെ നല്ലടാ വന്നേ? അങ്ങനല്ല, നമ്മളെല്ലാവരുടെ ഫാമിലി ആയിട്ടൊരു ടൂർ പോവാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ അളിയാ? അല്ല സിദ്ധു, എന്ത് കഷ്ടമാ നോക്കി. ഞാൻ മര്യാദക്ക് ഇവിടെ സമാനത്തിരിക്കുമല്ലായിരുന്നോ? നിങ്ങൾ മൂന്നുപേരും കൂടി ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ അത് ചോദിക്കാനാ വന്നത്. നീ കൊറേ നേരമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. എന്നാ നേരെ ചൊവ്വേ ഉറങ്ങണൂല, വെറുതെ തിരിഞ്ഞും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തോ പ്രശ്നമുണ്ട്. എന്തെങ്കിലും വയ്യാമെങ്കിൽ ആശുപത്രി പോട്ടോ. എന്തെങ്കിലും ഉണ്ടാ? എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറയാം. അളിയാ, അപ്പളേ നാളെ രാവിലെ വിട്ട് കഴിഞ്ഞാൽ വൈകിട്ടാവുമ്പോ അങ്ങ് ചെല്ലും. വേണ്ട, വൈകിട്ട് വിടാം. വൈകിട്ട് വിടുമ്പോ വെളുപ്പിനെ ആവുമ്പോ ചുരം കയറാൻ പറ്റും. എന്താ പറയണ? പോകുന്നുണ്ടെ ഞാൻ അറിയിക്കാം. തൽക്കാലം അപ്പുറത്തെങ്ങാനും പോയിരിക്കും. മൂഡ് ശരിയല്ല എന്ന് തോന്നുന്നു ലേ? ഇല്ല. അതെ, എന്താ? നമുക്ക് വൈകുന്നേരം ഒന്ന് പുറത്തു പോയാലോ? എനിക്കൊന്നും വയ്യ. ഒരു കാര്യം അമ്മായി കൂട്ടി പോകാൻ നോക്ക്. അമ്മായിനെ കൂട്ടി പോകാനാണെങ്കിൽ നിന്റെ അടുത്ത് ചോദിക്കണോ? എന്നാ എങ്ങോട്ടേലും പോ. അളിയാ, പിള്ളേർക്ക് ഭയങ്കര നിർബന്ധം വയനാട് പോകണമെന്ന്. അല്ലേ കല്ലു? അപ്പൊ നമുക്ക് പോണ്ടേ? ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം? ദുബൈന്ന് ആരെങ്കിലും വിളിച്ചാ? ആരാ വിളിച്ചേ? ബാബു വിളിച്ചു. എന്തിന്? അയാൾ അവിടെ കിടന്ന് കരയണ്. എന്തിന്? എന്നെ വല്ലാണ്ട് മിസ് ചെയ്യണമെന്ന്. ഒയ്യോ പാവം. ബാബു, നിന്നെ കെട്ടിയ കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. സിദ്ധുവേ, ഞാനും അല്ല സിദ്ധു, എന്റെ അമ്മായി ഒന്ന് പോയി കഷ്ടമുണ്ട്. ഒരു കാര്യം, അല്ല വയനാട് പോകാൻ പ്ലാൻ ഫിക്സ് ചെയ്യാണെങ്കിൽ പറയണേ. അതിപ്പോ ഫിക്സ് ചെയ്യും അല്ലേ? മക്കളെ നിക്കടാ. അളിയാ, അളിയന് ശരിക്കുള്ള പ്രശ്നം എന്താന്ന് പറയാവോ? മക്കളെ, എനിക്ക് നല്ല വയറുവേദന. ഒരുപാട് മിഠായി കഴിച്ചില്ലായിരുന്നോ? അതുകൊണ്ടായിരിക്കും. ഒരു കാര്യം ഞാൻ രണ്ടുപേരോടും പറഞ്ഞേക്കാം. മിഠായി എങ്ങാനും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങാനും എടുത്ത് കഴിച്ച ഇതുപോലെ ഇരിക്കും. കേട്ടല്ലോ? വേണ്ടോ? വയറുവേദന വന്നതേ മിഠായി കഴിച്ചിട്ടല്ല, പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാ. നമ്മുടെ മിഠായി ഏറ്റവും കൂടുതൽ കഴിച്ച അച്ഛനല്ലേ, അച്ഛന് വയറുവേദന വേണമെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചു. നീ അങ്ങനെ പ്രാർത്ഥിച്ചാ? ഞാനും പ്രാർത്ഥിച്ചു. എന്തോന്ന്? അളിയന് പല്ലുവേദന പറഞ്ഞേന്ന്. ആണോ? നിന്റെ പ്രാർത്ഥന ഏറ്റവും തോന്നുന്നു. ആണോ കുഞ്ഞമ്മ?
ഉം